വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ വൃത്തങ്ങൾ അല്ലെങ്കിൽ സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്റർ കുഞ്ഞുങ്ങളെ നമ്മൾ ഓരോ പാർട്ടായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും എളുപ്പം മനസ്സിലാകത്തക്ക രീതിയിലാണ് ഞാൻ ഓരോന്നും പറഞ്ഞു തരുന്നത് കേട്ടോ. കമൻറ്റൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഏറ്റവും കൂടുതലും രക്ഷകർത്താക്കൾക്കാണ് ഇത് ഉപകരിക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. കാരണം ഞാൻ എളുപ്പവഴിയിലൊക്കെ പറയുന്നുണ്ട് രക്ഷകർത്താക്കൾക്കും അതൊക്കെ ഒന്ന് പഠിച്ച് വെച്ച് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു എന്നതാണ് കേട്ടോ. അതാ കുഞ്ഞുങ്ങളെ കൂടുതൽ കമൻറ്റും എനിക്ക് വരുന്നത് കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അല്ലേ എല്ലാവർക്കും ഒന്നും എല്ലാം അറിയണമെന്നില്ലല്ലോ. കണക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും അങ്ങ് അറിയണമെന്നില്ലല്ലോ. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരു എളുപ്പവഴി ഞാൻ എല്ലാത്തിൻ്റെയും എളുപ്പവഴിയിൽ എത്ര എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റൂ. ഞാൻ കട്ടിയായിട്ടുള്ള ഒന്നും ഞാൻ പറയുന്നില്ല. ഇത് പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാടുണ്ട് ഓരോ കണക്കിനെ എടുക്കുമ്പോഴും. പക്ഷേ എത്രത്തോളം അതിനെ ചുരുക്കിയാക്കി പറയാമോ അങ്ങനെയാണ് ഞാൻ ഈ ഓരോ കണക്കുകളും പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് തുല്യ ഞാണുകളാണ്. ഞാണുകൾ എന്നാൽ എന്തെന്ന് നമ്മൾ പഠിച്ചതാ അല്ലേ. എന്താ കുഞ്ഞുങ്ങളെ, ഇതൊരു സർക്കിളാണ് അല്ലേ. സർക്കിളിൻ്റെ ഇതൊരു സെൻറ്ററാണ്. ഈ സെൻറ്ററിൽ തൊട്ട് വരയ്ക്കുന്ന വലിയ വരയ്ക്ക് നമ്മൾ എന്താ പറയുന്നത്, ഡയാമീറ്റർ എന്നാണ് പറയുന്നത് അല്ലേ. ഡയാമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്നാണ് പറയുന്നത്. നമ്മളത് പഠിച്ചതാണ്, ഡയാമീറ്റർ അല്ലെങ്കിൽ വ്യാസം അല്ലേ. ഇനി നമ്മൾ നോക്കിക്കേ, ഇങ്ങനെ ഇത് രണ്ട് പോയിന്റുകൾ ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസ് എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത് കേട്ടോ, ചുറ്റളവ്. ഈ വൃത്തത്തിൻ്റെ ഈ വട്ടത്തിന് പറയുന്നത് സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ്. അങ്ങനെ രണ്ട് പോയിന്റുകൾ തമ്മിൽ, ഇതിനകത്തെ രണ്ട് പോയിന്റുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി വരയ്ക്കുന്ന ഉണ്ടോ. എത്ര വേണമെങ്കിലും നമുക്ക് ഇതിനകത്തിൽ വരയ്ക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ രണ്ട് പോയിന്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നതിനെയാണ് നമ്മൾ ഞാണുകൾ എന്ന് പറയുന്നത്. ഈ ഡയാമീറ്ററും ഒരു ഞാണാണ് കേട്ടോ. കാരണം രണ്ട് പോയിന്റുകൾ തങ്ങളിൽ കൂട്ടിമുട്ടുന്ന വരെയല്ലേ. അപ്പോൾ അതും ഒരു ഞാണ് അല്ലേ. ഞാണെന്ന് വെച്ചാൽ കോഡാണ് അല്ലേ. അപ്പം നമ്മൾ വൃത്തകേന്ദ്രത്തിലൂടെ നോക്കണേ കുഞ്ഞുങ്ങളെ, ഈ വൃത്തകേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ഞാണുകളെയാണ് നമ്മൾ വ്യാസം എന്ന് പറയുന്നത് അല്ലേ. ഇതിൽ നിന്നും വ്യത്യാസമായിട്ട് ഇത് അല്ലേ ഏറ്റവും വലിയ വരയാണ്. അതുകൊണ്ട് ഇതിനെ വ്യാസം എന്നല്ല പറയുന്നത്, ഡയാമീറ്റർ എന്നാ പറയുന്നത് അല്ലേ. ഡയാമീറ്റർ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങൾ. ഡയമീറ്റർ എന്നാണ്, വ്യാസം എന്ന് വെച്ചാൽ കോഡ്. ഇതിനകത്തിൽ പോകുന്നതാണ്ട് ഈ ഓരോ വരയ്ക്കും കോഡെന്നാണ് പറയുന്നത്, അതായത് ഞാണുകൾ. അപ്പം നമ്മൾ പറയും ഇത് ഒരു ഞാണല്ലേ, ആണ്. അപ്പം ഇതെല്ലാം നമ്മൾ ഞാണെന്നല്ല, ഇതിലെ ഏറ്റവും വലിയ വരയ്ക്ക് അപ്പം നമുക്ക് ഡയാമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയാം കേട്ടോ. ഒരു വൃത്തത്തിൽ ഏറ്റവും നീളം കൂടിയ ഞാണുകളെ വ്യാസം എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഡയാമീറ്റർ ഈസ് ദ കോഡ് ഓഫ് മാക്സിമം ലെങ്ത് ഇൻ എ സർക്കിൾ. സോ ആസ് ദ കോഡ് മൂവ് എവേ ഫ്രം ദ സെൻറ്റർ ദേ ബിക്കം ഷോർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിൽ ഏറ്റവും ചെറുത് മുതൽ കേട്ടോ എന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ നിന്ന്, ഇനി അടുത്തതാണ് കേന്ദ്രത്തിൽ നിന്ന്. ഇവിടെ പടം കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ, ഇത് നോക്കിയേ. ഇതിനെയാണ് നമ്മൾ ഏറ്റവും വലിയ വരയ്ക്ക് പറയുന്ന പേരാണ് ഡയാമീറ്റർ അല്ലേ, അല്ലെങ്കിൽ വ്യാസം എന്ന് പറയുന്നത്. അവിടെ നിന്നും ഇത് കേന്ദ്രമാണല്ലോ, ഈ കേന്ദ്രത്തിൽ നിന്നും അകലും തോറും ഇവിടെ നിന്ന് ഇത് അകന്ന് പോകും തോറും ഞാണിൻ്റെ നീളം കുറഞ്ഞു വരും എന്നാ പറഞ്ഞത്. മനസ്സിലാക്കണേ. ദ കോഡ് മൂവ് എവേ ഫ്രം ദ സെൻറ്റർ ദ ബിക്കം ഷോർട്ടർ കേട്ടോ. ഇത് ഈ പടത്തിനകത്തിൽ അതേ പറയുന്നുള്ളൂ. ഇവിടെ നോക്കിക്കേ, ഇതെല്ലാം ഒരു സെൻറ്ററിൽ നിന്നും വരയ്ക്കുന്ന കോഡുകളാണ് ഈ പോയിരിക്കുന്നത്. അതിനകത്തിലെ ഏറ്റവും വലിയ വര എന്ത് പറയുന്നു, ഡയാമീറ്റർ. കണ്ടോ, ഇതിനെന്താ പറയുന്നത്, ഡയാമീറ്റർ അല്ലെങ്കിൽ വ്യാസം. അപ്പോൾ ബാക്കിയുള്ള എല്ലാം കോഡ് അല്ലെങ്കിൽ ഞാണുകൾ എന്നാണ് പറയുന്നത്. മനസ്സിലായോ കുഞ്ഞുങ്ങളെ. അപ്പോൾ നമുക്ക് അടുത്ത നോക്കിക്കേ, അതിൻ്റെ തൊട്ടിപ്പുറത്തെ പേജ് നോക്കിയേ. നിരങ്ങി നീങ്ങിയാലും കറങ്ങി നീങ്ങിയാലും കേന്ദ്രത്തിൽ നിന്നും ഒരേ അകലത്തിലേക്കുള്ള ഞാണുകൾക്ക് ഒരേ നീളമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇതെങ്ങനെ നമ്മൾ ഉറപ്പിക്കും? ഈ ചിത്രം ഒന്ന് നോക്കൂ എന്നാണ് നമ്മളോട് പറഞ്ഞത്. നോക്കൂ നിങ്ങളെ, ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വൃത്തകേന്ദ്രത്തിൽ നിന്നും ഇതൊരു വൃത്തമാണ്. ഈ പടം തന്നെ നോക്കിക്കൊണ്ടോ നിങ്ങളെ, അതൊരു വൃത്തമാണ് അല്ലേ. ആ വൃത്തത്തിൻ്റെ കേന്ദ്രം ഇതതിൻ്റെ സെൻറ്ററാണ്. ഈ വൃത്തത്തിൻ്റെ സെൻറ്ററിൽ നിന്നും ഒരേ ലംബ ദൂരത്തിലുള്ള രണ്ട് ഞാണുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കണേ, ഇവിടെ ഇതൊരു 3 സെൻറ്റിമീറ്റർ എടുത്തെന്ന് വെച്ചോ. ജസ്റ്റ് ഞാനങ്ങ് പറയുക, അതേ 3 സെൻറ്റിമീറ്ററാണ് ഞാൻ ഈ കോഡ് അല്ലെങ്കിൽ ഞാണിനും എടുത്തത്. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഞാനൊരു സർക്കിൾ വരച്ചു. സർക്കിളിനകത്തിൽ രണ്ട് കോഡ് അല്ലെ രണ്ട് ഞാണുകൾ ഞാൻ വരയ്ക്കുകയാണ്.
മനസ്സിലാക്കണം. 2 ഞാണുകൾ വരച്ചു, കോഡുകൾ വരച്ചു. ആ കോഡ് ഞാൻ ഇതും 3 സെൻറ്റിമീറ്റർ ആണ്, ഇതും 3 സെൻറ്റിമീറ്റർ ആണ് ഞാൻ എടുത്തത്. കോഡാണേ കേട്ടോ, ഡയമീറ്റർ അല്ല, കോഡ് കേട്ടോ. വൃത്തകേന്ദ്രത്തിൽ നിന്നും ഒരേ ലംബ ദൂരത്തിലുള്ള 2 ഞാണുകൾ, ഇവയ്ക്ക് ഒരേ നീളമാണെന്ന് കാണിക്കാൻ ഓരോന്നിൻ്റെയും ഒരറ്റം വൃത്തകേന്ദ്രവുമായിട്ട് അങ്ങ് യോജിപ്പിക്കാൻ. അതായത് ഞാൻ 2 മീൻസ് ഞാൻ പറയാം, നോക്കണേ. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇതാണ് നമ്മൾ പറയുന്നത്. ഞാനൊരു സർക്കിൾ വരച്ചു കേട്ടോ. സർക്കിൾ വരയ്ക്കാൻ നമുക്കെല്ലാം അറിയാമല്ലോ. ഞാൻ അതിനകത്തിൽ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കണേ. ഈ സൈഡിൽ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ 4 സെൻറ്റിമീറ്റർ സ്കെയിലിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് ഈ 0 മുതൽ 4 സെൻറ്റിമീറ്റർ എടുത്തെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ വലുത് കിട്ടും. 3 അങ്ങ് ചെറുത് നമുക്ക് കാണിക്കാൻ 4 സെൻറ്റിമീറ്റർ കണ്ടല്ലോ. ഇനി ഇച്ചിരി അങ്ങോട്ട് മാറ്റി കേട്ടോ. അതേ ഇത് തന്നെ ഞാൻ ഒരു 4 സെൻറ്റിമീറ്ററുള്ള അതേ നീളമായിരിക്കണം കേട്ടോ. ഒരു 4 സെൻറ്റിമീറ്ററുള്ള ഇവിടെ സൈഡിൽ വേറൊരു കോഡ് ഞാൻ വരച്ചു. രണ്ടിനും എത്രയാണ്? 4 സെൻറ്റിമീറ്ററാണ് രണ്ടും എടുത്തത്. സെൻറ്റർ ഇതാണ്, സെൻറ്റർ ഇതാണ് കേട്ടോ. ഇതാണ് നമ്മളോട് പറഞ്ഞത്. ഇനി എന്താണ് ഇതിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ എത്ര 4 അല്ലേ എടുത്തത്? ഇത് 4 നമ്മൾ എടുത്തത്. നല്ലപോലെ നോക്കണേ. 4 എടുത്തു. അപ്പോൾ അതിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഇവിടെ 2 കേട്ടോ. 2 ഇവിടെ നമ്മൾ 4 എടുത്തത്. ഇവിടെ 4 എടുത്തത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ എന്ന് വെച്ചാൽ 2 അതിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ഈ സെൻറ്ററിൽ നിന്നും ഞാൻ ഓരോ വര വരയ്ക്കുക. സെൻറ്ററിൽ നിന്നാണേ കണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ടും കണ്ടോ. ഇത്രയും ഓക്കെ ആണോ? അതായത് ഞാനൊരു സർക്കിൾ വരച്ചു. സർക്കിളിൽ ഞാൻ 4 സെൻറ്റിമീറ്റർ നീളത്തിൽ 2 കോഡ് അല്ലെങ്കിൽ ഞാണുകൾ വരച്ചു. എന്നിട്ട് അതിൻ്റെ മിഡ് പോയിൻ്റ് എടുത്തു. ഈ കോഡ് എന്ന് വെച്ചാൽ 4 എടുത്തതുകൊണ്ട് 2, ഇവിടെ 4 എടുത്തുകൊണ്ട് 2 എടുത്തു. എന്നിട്ട് സെൻറ്ററിൽ നിന്നും അത് വരച്ചു. ഇതാണ് നമ്മുടെ പിക്ചർ. കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് നമ്മുടെ പടം കണ്ടോ. ഇനിയും അവർ പറയുന്നത് എന്താണെന്നറിയാമോ? ഇതെത്ര ഒരു കട്ട കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെത്ര കട്ട കൊടുത്ത അതിൻ്റെ അർത്ഥം എന്താ? 90 ഡിഗ്രി. ഇതും എന്താ? 90 ഡിഗ്രി. നമുക്കിതിന് ഓരോ പേര് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പമാണ്. ഞാനതിനെ A B C D, ഇതിനെ നമുക്ക് ഇത് O എന്നും ഇതിനെ നമുക്കൊരു പേര് കൊടുക്കാം. അപ്പോൾ P, ഇതിനെ Q എന്നും കൊടുക്കാം കേട്ടോ. ഇത് 2 പേര് കൊടുക്കുക. ഇത്ര ഓക്കെ ആണോ? കുഞ്ഞുങ്ങളെ? ഇതാ പറഞ്ഞിരിക്കുക. ഇവിടെ എന്താണെന്നറിയാമോ? നോക്കിയേ, എ ബിയുടെ പെർപ്പൻഡിക്കുലർ എന്ന് വെച്ചാൽ നേരെ ഈ നടുക്ക് വെച്ച് ഇങ്ങനെ നേരെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ പെർപ്പൻഡിക്കുലർ അല്ലെങ്കിൽ ലംബം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ 4 എന്നല്ലേ പറഞ്ഞത്. ഇത് മൊത്തം എത്ര ആയിരുന്നു? 4 ആയിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? ഇവിടെ 2ഉം ഇവിടെ 2ഉമാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതിനെ പെർപ്പൻഡിക്കുലർ ലൈൻ എന്നാണ് പറയുന്നത് കേട്ടോ. പെർപ്പൻഡിക്കുലർ ലൈൻ, എ ബിയുടെ പെർപ്പൻഡിക്കുലർ ലൈനാണ് ഈ AP എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോക്കിയേ, ഈ CD-യുടെ പെർപ്പൻഡിക്കുലർ ലൈനാണ് OQ എന്നും പറയുന്നത്. ഇതിൻ്റെ കണക്കുണ്ട്, ഹോംവർക്ക് ഉണ്ട്, എക്സസൈസ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കണേ, ഇത് എങ്ങനെയൊക്കെയാണ് വന്നതെന്ന് കേട്ടോ, മനസ്സിലാക്കണേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ താഴോട്ട് അത് പറയുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് കിട്ടിയ 2 മട്ട ത്രികോണം എന്ന് എന്തോന്നറിയാം? ഇതാ എന്ന് വെച്ച് ഇതാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് വരച്ചത്. ഇത് മനസ്സിലാക്കി വേണമെങ്കിൽ നമുക്ക് ആ എക്സർസൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യമേ നമ്മളൊരു സർക്കിൾ വരച്ചു തുല്യ അളവിൽ, എന്ന് വെച്ചാൽ ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ 4 സെൻറ്റിമീറ്റർ നീളത്തിലാണ് കേട്ടോ. ഒരേ ലംബ ദൂരത്തിലുള്ള 2 ഞാണുകൾ ഞാൻ വരച്ചു, കോഡ് വരച്ചു. എന്നിട്ട് നീളം ഇവയ്ക്ക് ഒരേ നീളമാണെന്ന് കാണിക്കാൻ വേണ്ടി ഓരോന്നിൻ്റെയും ഒരറ്റം വൃത്തകേന്ദ്രവുമായിട്ട് ഞാൻ യോജിപ്പിക്കുക കേട്ടോ. വൃത്തത്തിൻ്റെ കേന്ദ്രവുമായിട്ട് യോജിപ്പിക്കുക. നോക്കൂ നിങ്ങളെ, ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് യോജിപ്പിച്ചു. കണ്ടല്ലോ. ഇപ്പോൾ കിട്ടിയ 2 മട്ട ത്രികോണങ്ങളുടെ കർണങ്ങൾ എങ്ങനെ ഇത് മട്ട ത്രികോണമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? അതുകൊണ്ട് നിങ്ങളൊന്ന് ചരിച്ച് നോക്കിയോ നിങ്ങളെ. മട്ട ത്രികോണം എന്ന് വെച്ചാൽ എന്താണ്? മട്ട ത്രികോണം ഞാനത് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നതിനെയാണ് മട്ട ത്രികോണം എന്ന് പറയുന്നത്. ഇവിടെ ഒരു കട്ടയും കാണും. ഒരു വശം 90 ഡിഗ്രി ഉള്ള ആംഗിളിനെയാണ് ഇവിടെ ഈ കട്ടയെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? 90 ഡിഗ്രി. ഏതെങ്കിലും ഒരു വശം
അതുകൊണ്ട് ഇങ്ങനെ എന്താ 90 ഡിഗ്രി ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മട്ട ത്രികോണം അല്ലെങ്കിൽ എന്താ റൈറ്റ് ആംഗിൾ, മട്ട ത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ അല്ലേ, റൈറ്റ് ട്രയാങ്കിൾ. റൈറ്റ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വശം കേട്ടോ, അതിന് വേണമെങ്കിൽ തിരിഞ്ഞിരിക്കാം, എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങോട്ടും വേണമെങ്കിൽ ഇരിക്കാം, എങ്ങോട്ട് വേണമെങ്കിലും ഇരിക്കാം. പക്ഷെ ഒരു വശം നണ്ട ഈ കട്ട കേട്ടോ, ഏതെങ്കിലും ഒരു വശം നണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോഴേ ഓർത്തോണം അത് എന്താണ്, മട്ട ത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് ഓർത്തോണം. ഓക്കെ ആണോ നിങ്ങളെ? അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഈ ത്രികോണം അല്ലെങ്കിൽ ഈ ട്രയാങ്കിളും നോക്കിയേ, രണ്ടിലും എന്തോ ഉണ്ട്, ഓരോ കട്ട കൊടുത്തിട്ടുണ്ട് അല്ലേ, രണ്ട് ത്രികോണത്തിലും ഓരോ കട്ട കൊടുത്തിട്ടുണ്ട് ഇല്ലയോ. കട്ടയെന്നൊക്കെ വെച്ചാൽ ഞാൻ ഈ പെർപെൻഡിക്കുലർ കേട്ടോ, ABയെ ബൈസെക്റ്റ് ചെയ്തിരുന്നു, OP, അതുപോലെ CD ബൈസെക്റ്റ് എന്താ OQ കേട്ടോ, എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ലൈൻ എന്നൊക്കെ നമ്മൾ കുറേ പഠിച്ചതാണ്. നമുക്കിപ്പോൾ കിട്ടിയ രണ്ട് മട്ടത്രികോണങ്ങളുടെയും കർണം, ഈ കർണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാവും നിങ്ങൾ, ഇത് ബേസ്, അടിഭാഗത്തിനെ നമ്മൾ എന്ത് പറയുന്നു, ബേസ് കേട്ടോ, ബേസ് അതായത് പാദം കേട്ടോ, പാദം ഒന്ന് അറിഞ്ഞിരിക്കണേ. ഈ നേരെ കുത്തനെ എഴുതിയേക്കുന്നത് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ലംബം എന്ന് പറയുന്നു കേട്ടോ. ഈ ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആര് വരുന്നത്, ഈ റൈറ്റ് ആംഗിളിൻ്റെ ഈ ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഹൈപ്പോട്ടിന്യൂസ് വരുന്നത് കേട്ടോ, ഹൈപ്പോട്ടിന്യൂസ് അല്ലെങ്കിൽ കർണം എന്ന് പറയുന്ന വരുന്നത്. മനസ്സിലാക്കണേ, ഇതെന്തൊക്കെയാണ് നമ്മുടെ ടെസ്റ്റിൽ കണ്ടേ. ഇപ്പോൾ കിട്ടിയ രണ്ട് മട്ടത്രികോണങ്ങളുടെ കർണങ്ങൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. കർണം എന്താണെന്ന് അറിയണേ, എന്താ ഈ നിങ്ങൾ ഈ ക്ലൂ പഠിച്ചു വെച്ചാൽ കേട്ടോ, ഈ റൈറ്റ് ആംഗിളിൻ്റെ ഈ കട്ട എവിടെ വരുന്നോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴും ഹൈപ്പോട്ടിന്യൂസ് അല്ലെങ്കിൽ കർണം വരുന്നത് കേട്ടോ. നേരെ ഇരിക്കുന്ന എപ്പോഴും ആൾട്ടിറ്റ്യൂഡ് അല്ലെ ലംബം, താഴത്തെ എന്താണ്, പാദം അല്ലെങ്കിൽ ബേസ്. ഈ ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് എപ്പോഴും എന്താ വരുന്നത്, ഹൈപ്പോട്ടിന്യൂസ് ആണ്. അപ്പോൾ നോക്കൂ നിങ്ങളെ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതെന്താണ്, ഹൈപ്പോട്ടിന്യൂസ് ആണ്. നേരെ ഇരിക്കുന്ന എന്താണ്, ആൾട്ടിറ്റ്യൂഡാണ്. താഴെ എന്താണ്, ബേസ് ആണ്. ഇപ്പം പിടികിട്ടിയോ എന്താണെന്ന്? അപ്പം വൃത്തത്തിൻ്റെ ആരങ്ങളാകയാൽ തുല്യമാണ്. നോക്കിക്കേ, ഇതുപോലെ തന്നെയാണിത്, രണ്ടും ഒരേപോലെയല്ലേ. ഒരു ജോഡി ലംബവശങ്ങൾ ഞാണുകളിലേക്കുള്ള തുല്യ ലംബങ്ങളാണ്. ഇവിടുത്തെ നോക്കിയേ, ഇതുപോലെ തന്നെ ലംബം, ഇതുപോലെ തന്നെയാണ് ഇതും കണ്ടോ. ഇതെന്ന് വെച്ചാൽ OQ പോലെ തന്നെയാണ് OP കേട്ടോ. ഞാൻ ഇത് എന്ന് പറയുന്നത് എന്താ നോക്കിയേ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ആൾട്ടിറ്റ്യൂഡ് അല്ലേ, ഇതും ആൾട്ടിറ്റ്യൂഡ്. അപ്പം രണ്ടും ഒരുപോലെയാണ്. പൈതഗോറസ് തത്വം അനുസരിച്ച് മൂന്നാമത്തെ വശവും തുല്യമാണ്. ഈ പൈതഗോറസ് തിയറം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങളെ, അതുകൂടെ ഞാനങ്ങ് പറയാം. പൈതഗോറസ് തിയറം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കർണം എന്ന് പറയുന്നത് മലയാളമാണ് ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത്, കേട്ടോ. ഹൈപ്പോട്ടിന്യൂസ് അതായത് കർണം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ് കേട്ടോ. പാദം എന്ന് വെച്ചാൽ ബേസ് സ്ക്വയർ, ഹൈപ്പോട്ടിന്യൂസിൻ്റെ സ്ക്വയർ ആട്ടോ. ഹൈപ്പോട്ടിന്യൂസിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ് കേട്ടോ, ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ്. ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബേസ് ആണ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഈ ഹൈപ്പോട്ടിന്യൂസിൽ നിന്നും ആൾട്ടിറ്റ്യൂഡ് കുറയ്ക്കണം. അതായത് കർണം കാണാൻ മാത്രമേ കൂട്ടത്തുള്ളൂ എന്ന് ഓർത്തോണം. പാദമാണ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ കർണത്തിൽ നിന്നും ലംബം കുറയ്ക്കണം. അതല്ല ലംബമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ കർണത്തിൽ നിന്നും പാദം, തന്നിട്ടുള്ള രണ്ടും കൂടി കുറയ്ക്കുകയാണ് കേട്ടോ. കർണമാണ്, ഹൈപ്പോട്ടിന്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ കേട്ടോ. നിങ്ങൾക്ക് ഇത് ഇവിടെ കണ്ടുപിടിക്കാനില്ല, അതുകൊണ്ട് നിങ്ങളത് എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇത് എന്തോ കുറേ ഹൈപ്പോട്ടിന്യൂസ് ടെസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹൈപ്പോട്ടിന്യൂസ് കർണം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, അതെന്താണെന്നൊന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഹൈപ്പോട്ടിന്യൂസ് കേട്ടോ, അത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. ഇനി നമുക്ക് ഇത് ഇല്ലാത്തത് കൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നും ഒരേ അകലത്തിലുള്ള ഞാണുകൾ, ഇവിടെ നോക്കൂ നിങ്ങളെ, ഇവിടെ ഞാൻ 4 അല്ലേ വരച്ചത്, ഇവിടെ ഞാൻ 4 അല്ലേ വരച്ചത്. അപ്പം ഒരേ അകലത്തിലുള്ള ഞാണുകൾക്ക് എപ്പോഴും ഒരേ നീളമാണ് കേട്ടോ. അതൊരു നിങ്ങളുടെ ബോക്സിനകത്ത് ടെസ്റ്റ് കൊടുത്തിട്ടിരിക്കുന്നതാണ്. ഇത് തിരിച്ചു പറഞ്ഞാൽ ശരിയാകുമോ എന്നും ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു വൃത്തത്തിലെ തുല്യമായ രണ്ട് ഞാണുകൾ വൃത്തത്തിൽ നിന്നും ഒരേ അകലത്തിലാണോ എന്നും ചോദിച്ചിട്ടുണ്ട്. ഇനി ആദ്യം കണ്ട 3 ചിത്രത്തിലെ രണ്ടാമത്തെ ചിത്രം ഒന്ന് നോക്കൂ. ഒരു ബിന്ദുവിലൂടെ വരയ്ക്കുന്ന ഞാണുകളിൽ ആ ബിന്ദുവിലൂടെയുള്ള വ്യാസവുമായി ഉണ്ടാകുന്ന കോൺ മാറുന്നതിനനുസരിച്ച് നീളവും മാറുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ.
നമ്മുടെ വ്യാസവുമായി ഉണ്ടാകുന്ന കോണ് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ നീളവും മാറുന്നില്ലേ എന്നും ചോദിക്കുന്നുണ്ട്. നമ്മളിവിടെ എത്ര എടുത്തത്? 4 ഇവിടെ എടുത്തത്. ഇനി ഇവിടെ 6 എടുത്തതെങ്കിലോ ഇത് മാറും അല്ലേ, ഇച്ചിരി ഇങ്ങോട്ട് മാറും. അപ്പോൾ അങ്ങനെ മാറുന്നുണ്ട് കേട്ടോ. നമുക്ക് എക്സർസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ ഒരു എക്സർസൈസ് ഉണ്ട്, അത് നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. വേണ്ടേ സെയിം. ഒരു വൃത്തത്തിലെ ഒരേ നീളമുള്ള ഞാണുകളെല്ലാം കേന്ദ്രത്തിൽ നിന്നും ഒരേ അകലത്തിലാണെന്ന് തെളിയിക്കുക. ചോദ്യം കേട്ടോ കുഞ്ഞുങ്ങളെ. ഒരു വൃത്തത്തിലെ ഒരേ നീളമുള്ള ഞാണുകളെല്ലാം കേന്ദ്രത്തിൽ നിന്നും ഒരേ അകലത്തിലാണെന്ന് തെളിയിക്കുക. പ്രൂവ് ചെയ്യണം കേട്ടോ, നമ്മളത് തെളിയിച്ച് കാണിക്കണം. പ്രൂവ് ദാറ്റ് കോഡ് ഓഫ് ദ സെയിം ലെങ്ത് ഇൻ എ സർക്കിൾ ആർ അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ചോദ്യം മനസ്സിലായോ? ചോദ്യം എഴുതണോ ഇനി? വേണ്ടല്ലോ. മനസ്സിലായോ നിങ്ങളെ? ഒരു വൃത്തത്തിലെ ഒരേ നീളമുള്ള, ഇപ്പം നമ്മൾ 4 സെൻറ്റിമീറ്ററിൻ്റെ ഇപ്പോൾ വരച്ചില്ലേ, അത് തന്നെ ഒരേ നീളമുള്ള ഞാണുകളെല്ലാം കേന്ദ്രത്തിൽ നിന്നും ഒരേ അകലത്തിലാണെന്ന് നമുക്ക് തെളിയിച്ച് കാണിക്കണം. പ്രൂവ് ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ സെയിം ഇതുപോലെ ഒരെണ്ണം ഞാൻ വരച്ച് കാണിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഞാനൊരു സർക്കിൾ വരച്ചു. ഒരു വൃത്തത്തിലെ ഒരേ നീളമുള്ള ഞാണുകളെല്ലാം ഞാനിതൊരു 5 സെൻറ്റിമീറ്റർ എടുത്തോ, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. കാരണം മറ്റേത് 4 എടുത്തത്. ഇപ്പം നിങ്ങൾ ചോദിക്കും 4 വന്നെങ്കിലും ഒക്കത്തുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 5 സെൻറ്റിമീറ്റർ ആവും നിങ്ങൾ എടുത്തത്. ഇത് സെൻറ്ററാണ്. ഇത്രയും ഓക്കെ ആണോ? ഇനി നമ്മൾ പറഞ്ഞു എന്താ, ഈ സെൻറ്ററിൽ നിന്നും നമ്മൾ എങ്ങോട്ട് വരച്ചാലും അതെന്താവും നിങ്ങളെ? സെൻറ്ററിൽ നിന്നും എങ്ങോട്ട് വരച്ചാലും അതെന്താ? റേഡിയസ് ആണ്. അപ്പം മുമ്പ് നമ്മൾ വരച്ച രീതി അനുസരിച്ച് നമുക്ക് അത് രണ്ടും കൂടി ഒന്ന് യോജിപ്പിക്കാം. അതായത് ഞാണിൻ്റെ ആ അറ്റത്ത് നിന്നും സെൻറ്ററിലോട്ട് നമുക്കതിനെ യോജിപ്പിക്കാം. ഞാണിൻ്റെ കോഡിൻ്റെ എൻഡിൽ നിന്നും നമുക്ക് ആ സെൻറ്ററിലോട്ട് ഒന്ന് യോജിപ്പിക്കാം. കണ്ടോ? ഇനി ഞാനിവിടെ എടുത്ത 5 5ൻ്റെ നമുക്കൊരു സെൻറ്റർ ഇതെടുക്കാം, മിഡ് പോയിൻ്റ് എടുക്കാം. കാരണം കറക്റ്റായിട്ട് പെർപെൻഡിക്കുലർ വരാൻ വേണ്ടി കേട്ടോ. അപ്പോൾ എത്ര? 2.5 5ൻ്റെ പകുതി 2.5. ഇവിടെ എത്രയാണ്? 5ൻ്റെ പകുതി 2.5. എന്ത് ചെയ്യുക? എന്നിട്ട് അതുമായിട്ട് നമ്മുടെ സെൻറ്ററിനെ അങ്ങ് യോജിപ്പിക്കുക. ഇവിടെ ഇങ്ങനെ. അപ്പം നമുക്കറിയാം ഇത് എത്രയായിരിക്കും? 90 ആണ്. ഇത് 90 എന്ന് എഴുതേണ്ട കാര്യമില്ല കേട്ടോ, ഇത് 90 ആണ്. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് 90 എന്ന് കൊടുത്തത് അല്ലേ. ഇവിടെ ഓരോന്ന് നമുക്കൊരു പേര് കൊടുക്കാം ഇതിന് കുഞ്ഞുങ്ങളെ. നോക്കിയേ, ഫസ്റ്റ് ഇത് A, ഇത് B, ഇത് C, ഇത് D, ഇത് P, ഇത് Q. ഇതിനെ O എന്നും കൊടുത്തു. ഓക്കെ ആണോ? അത്രയും. ഒരു സർക്കിൾ വരച്ചു. സർക്കിളിൽ നിന്നും എന്ത് ചെയ്തു? നമ്മൾ 2 തുല്യമായിട്ട് എടുക്കാൻ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എന്താ ഇവിടെയും വേണേൽ ഇച്ചിരി ചെറുതൊരെണ്ണം കൊടുത്താൽ പോരെ? ഇവിടെ ചെറുതും ഇവിടെ വലുതും കൊടുത്താൽ ശരിയാവുമോ? ഇല്ല. അതുകൊണ്ടാണ് തുല്യമായിട്ടുള്ള 2 ഞാണുകൾ എടുത്തത് കേട്ടോ. കോഡ് ഒരേ സെൻറ്റിമീറ്ററുള്ള ഞാൻ എടുത്തു. ഞാനൊരു 5 എടുത്തത്, 4 എടുത്തോ, നിങ്ങൾ എത്ര വേണം എടുത്തോ. എടുത്തിട്ട് എന്താണ് അത് ഈ കോഡിൻ്റെ എൻഡിൽ വെച്ച് അല്ലേ, ഈ ഞാണിൻ്റെ എൻഡിൽ വെച്ച് സെൻറ്ററിലോട്ട് വരച്ചു. ഇവിടെ അതുപോലെ തന്നെ ഇത് വരച്ച പോലെ തന്നെ എല്ലാം ഇതും വരച്ചു. അപ്പം നമുക്ക് എന്താ, സെൻറ്ററിൽ നിന്നും ആ കോഡിൻ്റെ മിഡ് പോയിന്റിലോട്ട് വന്നപ്പോൾ എന്താണ് അവിടെ എന്തുണ്ടായി? അത് പെർപെൻഡിക്കുലർ ലൈനായി അല്ലേ, പെർപെൻഡിക്കുലർ ലൈനായി, ലംബം. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ പ്രൂവ് ചെയ്ത് കാണിക്കണം. ഇതൊക്കെ ആണോ അല്ലയോ എന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം. ഇതാണ് കുഞ്ഞുങ്ങളെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്താ? പ്രൂവ് ചെയ്ത് കാണിക്കണം. എങ്ങനെ എഴുതിക്കും? നമുക്ക് ഓരോ പേരും കൊടുത്തിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം നമ്മൾ 2 എന്ത് വരച്ചു? അതായത് നോക്കിക്കേ, മലയാളം മീഡിയക്കാർ നോക്കൂ കുഞ്ഞുങ്ങളെ. ഓയാണ് ഇവിടുത്തെ കേന്ദ്രമായ വൃത്തത്തിലെ, മനസ്സിലാക്കുക എന്നുള്ള കേട്ടോ, വൃത്തത്തിലെ 2 തുല്യ ഞാണുകളാണ്. തുല്യമായിട്ടാണല്ലോ എടുത്തത്. തുല്യ ഞാണുകളാണ്. ആരൊക്കെയാണ് തുല്യ ഞാണുകളാണ്? ABയും അതുപോലെ CDയും. മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ABയും CDയും ഓക്കെ ആണോ? ഇനി അതുപോലെ തന്നെ എന്താ, ഈ ABയെ ബൈസെക്റ്റ് ചെയ്ത് ആര് കുഴിക്കുമോ നിങ്ങളെ? ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് വേണേൽ എങ്ങനെ പറയാം? AB ആൻഡ് CD ആർ 2 ഈക്വലായിട്ടുള്ള, തുല്യമായിട്ടുള്ള കോഡാണ് അല്ലേ. 2 ഈക്വൽ കോഡ് ഓഫ് എ സർക്കിൾ അല്ലേ. സർക്കിൾ ഇതിൻ്റെ സെൻറ്റർ എവിടെ? സർക്കിളിൻ്റെ സെൻറ്റേഡ് അറ്റ് എന്താ? O എന്ന് ഓയിൽ വരച്ചിരിക്കുന്നത് അല്ലേ, ഡ്രോ. ഓക്കെ ആണോ നിങ്ങൾ? എത്രയും ആണോ? ഇനി നോക്കിക്കേ, ഇവിടെ ABയെ എന്ത് ചെയ്യുക?
എ ബി എ പെർപെൻഡിക്കുലർ ലൈനാണ് ഏതാ ഒ പി ആണല്ലോ, ഇല്ലയോ? അപ്പോൾ നമുക്ക് ഏതാ ഒ പി പെർപെൻഡിക്കുലർ ഇങ്ങനെ എടുക്കാം കേട്ടോ, പെർപെൻഡിക്കുലർ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വര വരച്ചിട്ട് അതിനെ തന്നെ ഇങ്ങനെ വരയ്ക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ പെർപെൻഡിക്കുലർ, മനസ്സിലാക്കണേ കണ്ട്, ഇത് ഇങ്ങനെ ഒരു വര വരച്ചിട്ട് ഇങ്ങനെ കേട്ടോ. പെർപെൻഡിക്കുലറാണ് ഏതാ എ ബി, അല്ലയോ? കണ്ടേ എ ബി എന്ന് പറയുന്ന കോഡിനെ എന്താ ബൈസെക്റ്റ് ബൈസെക്റ്റ് അല്ല പെർപെൻഡിക്കുലർ കണ്ടോ, ലംബമാണ്, ലംബം അല്ല എ ബി കേട്ടോ. അതുപോലെ തന്നെ എന്താണ്, അതുപോലെ തന്നെ ഇവിടെ അങ്ങനെയല്ല നിങ്ങൾ എന്താ സി ഡിക്ക് പെർപെൻഡിക്കുലർ. ഓക്കെ, സി ഡി എന്ന വരയുടെ ഒ ക്യു ഓക്കെ ആണോ? അത്രയും ഓക്കെ ആണോ? ഒ ക്യു വരെ ഓക്കെ ആണോ? ഇല്ല സി ഡിക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഒ പി എ ബിയും ഒ പി അതായത് ഒ പി എ ബി ബൈസെക്റ്റ് ചെയ്തിരിക്കുന്നത് ഒ പി അല്ലേ, പിന്നെ സി ഡി എ ഒ ക്യു കേട്ടോ. ഓക്കെ, അടുത്ത ഇനി ഒരുപോലുള്ളതൊക്കെ നമുക്ക് പറക്കി എഴുതാം. ഇനി ഒരുപോലുള്ള എന്നാ നമ്മൾ പറഞ്ഞു എ ബി ഒരു കോഡാണ് അല്ലേ. അപ്പോൾ എ ബിയുടെ കൂട്ടത്തെ ആൾ വേറെ ആരാണ്? ഈ എ ബിയുടെ കൂട്ട ഉള്ളത് കോഡ് എ ബി ഒരു കോഡാണല്ലോ, അതുപോലൊരു കോഡ് ആരാണ്? സി ഡി അല്ലേ. എ ബിക്ക് ഈക്വലാണ് സി ഡി. കാരണം എന്താ, എ ബി ഒരു കോഡാണ്, അതുപോലൊരു കോഡാണ് ആരാണ്? സി ഡി. ഈക്വലായിട്ടുള്ളതെല്ലാം പറക്കി എഴുതുക കേട്ടോ, ഗിവൺ. കാരണം നമുക്കത് തന്നിട്ടുണ്ട് എന്ന്. ഇത് നമുക്ക് ചിത്രം തന്നിട്ടില്ല, നമ്മൾ വരച്ചതാണ് കേട്ടോ. തന്നിട്ടുള്ളതൊക്കെ എഴുതിക്കോണം. എ ബിക്ക് ഈക്വലാണ് സി ഡി. അതുപോലെ തന്നെ നോക്കൂ നിങ്ങളെ എ പി എന്ന് നോക്കിക്കേ. ഇവിടെ ഒരു ട്രയാങ്കിൾ അല്ലേ നിങ്ങൾ ഇവിടെ ഉണ്ടായത്? ട്രയാങ്കിൾ ഏത് ട്രയാങ്കിളാണ് ഉണ്ടായത് നോക്കിക്കേ. ഒരു വശം 90 ഡിഗ്രി, മുമ്പ് നമ്മൾ പറഞ്ഞ ഒരു വശം 90 ഡിഗ്രി ആണെങ്കിൽ അതെന്താ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇവിടുത്തെ എന്താണ് ഇത് നോക്കിയാൽ, ഇത് ആൾട്ടിറ്റ്യൂഡാണ്, ഇത് ബേസ് ആണ്, മുമ്പ് നമ്മൾ പറഞ്ഞ അല്ലേ. ഈ ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ. ഇപ്പോൾ ബേസ് നോക്കിയേ എ പി അതുപോലെ ഇവിടെ പറഞ്ഞുകൊണ്ട് എന്താ സി ക്യു അല്ലേ. നോക്കിയേ സി ക്യു എന്ന് വെച്ചാൽ ഇത് ബേസ് ആണ്, ഇത് ആൾട്ടിറ്റ്യൂഡാണ്, ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് ഡൗട്ട് വല്ലതും ഉണ്ടോ? ഇത് ബേസ്, അടിഭാഗം ബേസാണ്, കുത്തനെ നിൽക്കുന്നത് ആൾട്ടിറ്റ്യൂഡാണ്, ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ്. നമ്മളിപ്പോൾ മുമ്പത്തെ കണക്ക് ഇതെല്ലാം പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എ പി പോലെ ഇവിടെ ആരാ? സി ക്യു. അങ്ങനെ വേണേൽ എഴുതിക്കൂടാ, എ പിയുടെ കൂട്ടാണ് ഇവിടെ സി ക്യു അല്ലേ. വേണേ ഇതും പറയാം, എന്താ പി ബിയുടെ കൂട്ടാണ് ക്യു ഡി. വേണേ അതും എഴുതാം നിങ്ങൾ, എന്താ പി ബിയുടെ കൂട്ടാണ് ആരാ? ക്യു ഡി. ഇങ്ങനെ കാരണം ഇതെല്ലാം എന്താ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടോ അത് പറക്കി എഴുതാം. ഇതൊക്കെ വേണോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചോണം കേട്ടോ. ഒന്നും അറിയത്തില്ല അയ്യോ ഇതൊക്കെയാണോ എന്നൊന്നും പറയണ്ട. ഇനി നോക്കൂ നിങ്ങൾ, ഏതാണ്ട് സെൻറ്ററിൽ നിന്നും പോയേക്കുന്ന രണ്ടെണ്ണം അല്ലേ, ഏതാ? ഒ സിയും ഒ എയും. എന്താ സെൻറ്ററിൽ നിന്നും നമ്മുടെ സർക്കിളിൻ്റെ എൻഡ് പോയിന്റ് ഇവിടെ തൊട്ടാ ഇതെല്ലാം പോയിട്ടുണ്ടോ? ഇതൊന്നും പോയിട്ടില്ല. പക്ഷെ ഇത് നോക്കിക്കേ, സെൻറ്ററിൽ നിന്നും പോയതാണ് ആരാ? ഒ എയും അവിടുത്തെ ഒ സിയും അല്ലേ. ഒ എയും ഒ സിയും എന്താ സെൻറ്ററിൽ നിന്നും പോയതാണ്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? റേഡിയസ് ആണ് അവിടുത്തെ റേഡിയസ്. അതായത് ഒ എക്ക് ഈക്വലാണ് ആരാ? ഒ സി. കാരണം രണ്ടും എന്താണ്? ആരം, റേഡിയസ് ആണ് കേട്ടോ. അത്രയും ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇനി ഇവിടെ മുമ്പ് നമ്മൾ പറഞ്ഞ രീതി അനുസരിച്ച്, പൈതഗോറസ് തിയറി അനുസരിച്ച് നമുക്ക് വേണേ എഴുതാം അല്ലേ. ബേസ്, ഇത് ബേസ് ഉണ്ട്, ആൾട്ടിറ്റ്യൂഡ് ഉണ്ട്, ഹൈപ്പോട്ടിന്യൂസ് ഉണ്ട് കേട്ടോ. മനസ്സിലാക്കണേ എന്തൊക്കെയുണ്ട്. അപ്പോൾ ഇതൊരു മട്ടത്രികോണമാണ്. കാരണം എന്താണ്? ഒരു വശം അത് നമ്മൾ എഴുതിയില്ലേ അല്ലേ. ഇതൊരു മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിൻ്റെ വശം നോക്കി, ആംഗിൾ പി 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ്. അതുപോലെ ഇവിടെ എന്താ? ആംഗിൾ ക്യൂ എത്ര കുഞ്ഞുങ്ങളെ? 90 ഡിഗ്രിയാണ്. എന്തൊക്കെ തന്നിട്ടുണ്ടോ അത് പറക്കി എഴുതുക എന്നുള്ളതാണ് കേട്ടോ. എന്തൊക്കെ നമുക്ക് ഈ പടത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അതെടുത്ത് എഴുതുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ പൈതഗോറസ് തിയറി അനുസരിച്ച് നമുക്കിതിനെ എങ്ങനെ എഴുതാവുന്ന കേട്ടോ. അതായത് ഇവിടെ ഇതിന് എന്താ, ഇവിടെ നോക്കിയേ, ആൾട്ടിറ്റ്യൂഡ് 90 ഡിഗ്രി അത് ഉണ്ട്. നോക്കി ഇവിടെ ക്യൂ, ഇവിടെ 90, ഇവിടെ ബേസ് എന്താ ഇതിന് നേർ പകുതിയാണ്. ഇവിടെ നോക്കിയേ ഹൈപ്പോട്ടന്യൂസ്
അല്ലേ? ഹൈപ്പോട്ടിന്യൂസ് ആണോ നമുക്ക് കണ്ടുപിടിക്കുക? എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ? ഒ പി ആണ് അല്ലേ? ഒ പി ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കണം കേട്ടോ, ആൾട്ടിറ്റ്യൂഡ്. കാരണം എന്താണ്, അതുകൊണ്ട് ഈ കോഡിൻ്റെ നേർപകുതിയാണ് ഇതുപോലെ തന്നെ ദണ്ട് ഇവിടെയുണ്ട് കോഡിൻ്റെ നേർപകുതി കേട്ടോ. ഹൈപ്പോട്ടിന്യൂസ് ഉണ്ട്. പിന്നെ ആൾട്ടിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു, ആൾട്ടിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, അതായത് ഈ റൈറ്റ് ആംഗിളിൻ്റെ ഈ ഒരു വശമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, അതായത് ഒ പിക്ക് ഈക്വലാണ് ഒ ക്യു എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുകയാണ് കേട്ടോ. പ്രൂവ് ചെയ്തു, അതായത് പൈതഗോറസ് തിയറി അനുസരിച്ചാണെങ്കിൽ ഒരുപാട് എഴുതേണ്ട കുഞ്ഞുങ്ങളെ, അതുകൊണ്ട് ചുരുക്കി എങ്ങനെ എഴുതാം? ഇവിടെ ഒ പിക്ക് ഈക്വലാണ് ഒ ക്യു എന്ന് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. പൈതഗോറസ് തിയറി അനുസരിച്ചാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഒ പി സ്ക്വയർ വേണമെങ്കിൽ, അതായത് ഒ പി സ്ക്വയർ എന്ന് പറയുന്നത് ഒ എ സ്ക്വയറിൻ്റെ മൈനസ് എ പി സ്ക്വയർ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാത്തവർ അത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഒ സി സ്ക്വയർ മൈനസ് സി ക്യു എന്ന് പറയുന്നത്, സി ക്യു സ്ക്വയർ എന്ന് പറയുന്നത് ഇങ്ങനെ വരും. കാരണം ഇത് പൈതഗോറസ് തിയറി അനുസരിച്ച് എഴുതിയേക്കുന്നതാണ്. നിങ്ങളിത് തെറ്റിച്ച് കളയണ്ട. ഇവിടെ നോക്കിക്കേ, ഇത് 90 ആണ്, ഇത് 90 ആണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പേര് അങ്ങ് എഴുതി വെച്ച് നിർത്തിയാൽ മതി കേട്ടോ, കുളവാക്കണ്ട. ഇപ്പം തന്നെ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കൂടെ എങ്ങനെ ചെയ്യും, ഇത് എങ്ങനെയാണെന്നൊക്കെ ഡൗട്ട് വരും. അതുകൊണ്ട് ഇത് 1-2 വട്ടം തന്നിരിക്കുന്നത് സെൻറ്ററിൽ നിന്നാണോ പോയിരിക്കുന്നത്? സെൻറ്ററിൽ നിന്നാ പോയിട്ടുള്ളത് അത് റേഡിയസ് ആണ്. നേരെ നടുക്കാണോ? അപ്പോൾ അത് പെർപെൻഡിക്കുലറാണ് കേട്ടോ. 90 ഡിഗ്രി ആണോ? റൈറ്റ് ആംഗിൾ ആണ്. ഇതൊക്കെ കേട്ടങ്ങ് എന്തൊക്കെയുണ്ടോ അറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കല്ലേ കുഞ്ഞുങ്ങൾ കേട്ടോ. 2 കോഡ് സർക്കിളാണ്, സർക്കിളിലെ 2 കോഡ് അത് ഒരേ അളവിലാണ് എടുത്തത്. അപ്പോൾ നമുക്ക് എല്ലാം കിട്ടും കേട്ടോ. നമുക്ക് അതിൻ്റെ തൊട്ട് താഴത്തെ ഒരെണ്ണം കൂടെ അങ്ങ് ചെയ്യാം. അതായത് ഇതുകൂടെ അങ്ങ് ചെയ്യാം കുഞ്ഞുങ്ങളെ കണ്ടേ. കാരണം പിന്നെ ചിത്രത്തിൽ അതല്ല അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ അല്ലേ, ചിത്രത്തിൽ വൃത്തത്തിലെ ഒരു വ്യാസത്തിൻ്റെ അറ്റത്ത് നിന്ന് ഒരേ നീളമുള്ള 2 ഞാണുകൾ വരച്ചിരിക്കുന്നു. ചിത്രത്തിൽ വൃത്തത്തിലെ ഒരു വ്യാസത്തിൻ്റെ അറ്റത്ത് നിന്ന് ഒരേ നീളമുള്ള 2 ഞാണുകൾ വരച്ചിരിക്കുന്നു കേട്ടോ. ഇംഗ്ലീഷ് മീഡിയത്തിൽ ദ പിക്ചർ ഷോ 2 കോഡ് ഓഫ് ദ സെയിം ലെങ്ത് ത്രൂ 1 എൻഡ് ഓഫ് എ ഡയാമീറ്റർ. അതായത് ഞാൻ വരച്ച് കാണിക്കാം. രണ്ടാമത്തെ ചോദ്യമാണ്, പേജ് നമ്പർ 158 രണ്ടാമത്തെ ചോദ്യമാണ് കുഞ്ഞുങ്ങളെ. ഒരു സർക്കിൾ വരച്ചു. സർക്കിളിൻ്റെ അവർ നോക്കിയേ, നേരെ നോക്കണേ, നേരെ ഒരു ഡയാമീറ്റർ വരച്ചിട്ടുണ്ട് കേട്ടോ. ഡയാമീറ്റർ അല്ലേ, ഒരു വ്യാസം വരച്ചിട്ടുണ്ട്. ഇനി തുല്യമായിട്ട് 2 കോഡ് നോക്കണേ. ഞാനിവിടെ 4 സെൻറ്റിമീറ്റർ എടുക്കുക കുഞ്ഞുങ്ങളെ കേട്ടോ. എത്ര? 4 സെൻറ്റിമീറ്റർ. കാരണം ഇവിടെ നമ്മൾ എത്ര എടുക്കുന്നുണ്ടോ അത്രയും തന്നെ ഇപ്പുറവും എടുക്കണം കേട്ടോ. 4 സെൻറ്റിമീറ്ററുള്ള ഒരു കോഡ് തുല്യമായിട്ട് എടുക്കുക. 4 സെൻറ്റിമീറ്ററുള്ള ഒരു കോഡ് വരച്ചു കേട്ടോ. ചിത്രത്തിൽ വൃത്തത്തിലെ ഒരു വ്യാസത്തിൻ്റെ വ്യാസം എന്ന് വെച്ചാൽ ഡയാമീറ്റർ ആണ്. വ്യാസത്തിൻ്റെ അറ്റത്തു നിന്ന് ഇവിടെ നിന്ന് അറ്റത്ത് നിന്ന് ഒരേ നീളമുള്ള 2 ഞാണുകൾ വരച്ചു. ഇവിടെ നിന്ന് ഒരെണ്ണം അങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും വരച്ചു. ഞാണുകൾ വ്യാസവുമായി ഉണ്ടാകുന്ന കോണുകൾ തുല്യമാണെന്ന് തെളിയിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഇത് തുല്യമാണോ എന്ന് തെളിയിക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ എഴുതാം? നമുക്ക് മുമ്പ് ചെയ്ത അതേ രീതി തന്നെ ചെയ്യാം കുഞ്ഞുങ്ങൾ. ഇവിടെ സെൻറ്റർ ഉണ്ട് അല്ലേ, സെൻറ്റർ ഉണ്ട്. ഇവിടെ നോക്കിക്കേ, നമ്മൾ മുമ്പ് എടുത്തത് ഇത് 4 ആണ്, ഇത് 4 ആണ്. അപ്പം നമുക്ക് എന്തോ ചെയ്യാം, ഈ സെൻറ്ററുമായിട്ട് കേട്ടോ, നമ്മുടെ ഈ സെൻറ്ററുമായിട്ട് നമുക്ക് ഇതിനെ അങ്ങ് യോജിപ്പിക്കാം. അപ്പോൾ റേഡിയസ് കിട്ടത്തില്ലേ? സെൻറ്ററിൽ നിന്നും നോക്കി ഇങ്ങോട്ടൊരു റേഡിയസ്, അതായത് സെൻറ്ററിൽ നിന്നും പോകുന്നത് റേഡിയസ് അല്ലേ, ആരം അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എന്താ റേഡിയസ്, ഇത് 2 കോഡ് കേട്ടോ. ഇതെന്താ ഡയാമീറ്റർ. ഓരോ പടം വരയ്ക്കുമ്പോഴും ഓരോന്നും എന്തുവാന്ന് അറിയണം കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് എന്താ ഒ എന്ന് ഞാൻ സെൻറ്ററിന് പേര് കൊടുത്തു, ഒ എ. പിന്നെ ഈ വരെ ഈ ഡയാമീറ്റർ ഒരെണ്ണം പോയായിരുന്നു അല്ലേ, എ ബി എന്ന് പറയുന്ന ഒരു ഡയാമീറ്റർ ഇതിനകത്തിലുണ്ട്. പി ക്യു എന്ന് പറയുന്ന ഞാനൊരു കോഡും അല്ലേ, കോഡല്ലല്ലോ, ഇവിടെ പി ക്യു എന്ന് ഇത് വന്ന് കൂട്ടിമുട്ടിയ ഈ പോയിന്റ് പി ക്യു എന്നും പേര് കൊടുത്തു കേട്ടോ. അതായത് ആ വലിയ ഇത് ടെസ്റ്റ് തന്ന വരെയാണ് എ ബി എന്ന് പേര് കൊടുത്തു. ഞാൻ തുല്യമായിട്ട് 2 കോഡ് അല്ലെ ഞാണുകൾ വരച്ചു. എത്ര എടുത്തത്? ഞാനത് 4 നിങ്ങൾ എടുത്തത് കേട്ടോ. എന്ന് വെച്ചാൽ 2 ഒരേ അളവാണ്. സെൻറ്ററിൽ നിന്നും ഇങ്ങോട്ട് വരയ്ക്കുന്ന എന്താണ്? റേഡിയസ് ആണ് കേട്ടോ. എന്തിനാ അത് വരച്ചതെന്നറിയോ? മുമ്പ് ഇതുവരെ ചെയ്തതിലെല്ലാം എന്താ സെൻറ്ററുമായിട്ട് വന്നിട്ട് ഇതങ്ങ് കൂട്ടി യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് മാത്രം നിങ്ങൾ അങ്ങ് പറക്കി എഴുതിയാൽ മതി. നിങ്ങൾ കൂടുതൽ അങ്ങ് അയ്യോ അറിയത്തില്ല, എനിക്ക് എങ്ങനെ ചെയ്താൽ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല എന്നുള്ളത്, അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ എഴുതുക എന്നുള്ളതാണ് കേട്ടോ. അല്ലാതെ അറിയത്തില്ല. ഇവിടെ നോക്കിക്കേ,
ചിത്രത്തിൽ ഓ എന്താ ഇവിടുത്തെ സെൻറ്ററാണ്. അത് നമുക്കറിയാമല്ലോ. അറിയത്തില്ലെന്ന് പറഞ്ഞിരിക്കല്ലേ. എന്താണ്? സെൻറ്ററാണ്. അതായത് എന്ന് വെച്ചാൽ വൃത്തത്തിൻ്റെ, കേട്ടോ, അത് നമുക്കറിയാവേ. അപ്പോൾ അത് എഴുതിക്കോ. വൃത്തത്തിൻ്റെ കേന്ദ്രമാണ്. വൃത്തത്തിൻ്റെ കേന്ദ്രമാണ്. അത് നമുക്കറിയാം അല്ലേ. പിന്നെയോ ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ. ഇവിടെ AP എന്ന് പറയുന്നത് നമ്മൾ തുല്യമായിട്ടാണ് എടുത്തത്. എത്ര? 5 സെൻറ്റിമീറ്റർ എടുത്തില്ലേ? ഇല്ലയോ? അപ്പം AP അവർ പറഞ്ഞ് തുല്യമായിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുകൊണ്ടാണ് APക്ക് ഈക്വലാണ് ആരാ? AQ അല്ലേ. APക്ക് ഈക്വലാണ്. കാരണം എന്താ? ഗിവൺ നമുക്ക് തന്നിട്ടുണ്ട്. അത് തുല്യമായ 2 എണ്ണമാണെന്ന് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെയോ ഇവിടെ നോക്കിയേ. OAയും സെൻറ്ററിൽ നിന്നല്ലേ. OAക്ക് ഈക്വലാണ് എന്താ? OAക്ക് ഈക്വലാണ് OA അല്ലേ. നോക്കിയേ. ഈ ട്രയാങ്കിളിൻ്റെയും സെൻറ്ററിൽ ആരാ ഉള്ളതെന്ന് നോക്കിയേ. എന്ന് വെച്ചാൽ ഇത് 2 ട്രയാങ്കിൾ അല്ലേ. ഇതും ഒരു ട്രയാങ്കിളാണ്, ഇതും ഒരു ട്രയാങ്കിളാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് കിടക്കുന്ന, അതായത് കോമൺ ലൈൻ എന്ന് പറയും കേട്ടോ. കോമൺ ലൈൻ എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇതിൻ്റെയും ഒരു വശം എന്ന് പറയുന്നത് ഇതല്ലേ കുഞ്ഞുങ്ങളെ. അപ്പം നമുക്ക് എങ്ങനെ പറയാം? OAക്ക് ഈക്വലാണ് OA തന്നെ. മനസ്സിലായോ? OAക്ക് ഈക്വൽ OA തന്നെയാണ്. കാരണം ഈ 2 എണ്ണത്തിൻ്റെയും കോമൺ ആയിട്ടുള്ളവരാ. കോമൺ ലൈൻ കേട്ടോ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഓർത്തോണേ കേട്ടോ. ഇനിയോ നോക്കിയേ. OP എന്ന് പറയുന്നത് എന്താണ്? OP റേഡിയസ് ആണ്. അതുപോലെ തന്നെ OPക്ക് ഈക്വലാണ് OQ. എന്താ? റേഡിയസ് അല്ലേ. റേഡിയസ് അല്ലെ ആരം. തന്നിരിക്കുന്ന പറക്കി എഴുതിക്കോണേ. എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ടോ നോക്കൂ നിങ്ങളെ. ഇത് നിങ്ങൾക്ക് വേണ്ട AB ഒരു ഡയാമീറ്ററാണ്. AP AQ എന്താണ്? കോഡ് അല്ലെ ഞാണുകളാണ്. അപ്പോൾ APക്ക് ഈക്വലാണ് AQ അല്ലേ. പിന്നെയോ ഈ സെൻറ്ററിൽ നിന്നും പോകുന്ന OPയും OQവും റേഡിയസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം എന്താണ്? തുല്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതും സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്താ? പോയിരിക്കുന്നു, ഇതും പോയിരിക്കുന്നു. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ പറയാം? അതുകൊണ്ട് എന്താ? OAPക്ക് കോൺഗ്രുവൻ്റ് ആണ് എന്താ? ട്രയാങ്കിൾ ഇടണമല്ലോ. ഇതൊരു ട്രയാങ്കിളാണ്. ട്രയാങ്കിൾ OAPക്ക് കോൺഗ്രുവൻ്റ് ആണ് ട്രയാങ്കിൾ OAQ. എന്താ? OAQവിന് കോൺഗ്രുവൻ്റ് ആണ് OAP. രണ്ടിൻ്റെ നമ്മൾ എടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ചിരുന്നോണം കേട്ടോ. രണ്ടും ഒരുപോലെയാണെന്ന് കാണിക്കണമെങ്കിൽ അല്ലേ. നോക്കി ഇവിടെ അല്ലേ കുഞ്ഞുങ്ങളെ നടുക്ക് വന്ന്. ഇവിടെ അല്ലേ കേട്ടോ. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണ്ട കേട്ടോ. അങ്ങനെ ചിലപ്പോൾ നമുക്ക് AQOയും അല്ലെങ്കിൽ AOQ ഇങ്ങനൊന്നും എഴുതി വെക്കരുത് കേട്ടോ. നമ്മൾ ഏതാണോ കോൺഗ്രുവൻ്റ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ കേട്ടോ. എന്ന് വെച്ചാൽ OAQവിന് കോൺഗ്രുവൻ്റ് ആണ് ഏതാ? OAP കേട്ടോ. മനസ്സിലാക്കണേ. അവിടെ ആണേ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ആംഗിൾ OAPക്ക് ഈക്വലാണ് ആംഗിൾ OAQ. ഇത്രയേ ഉള്ളൂ നിങ്ങൾ. ഇത്ര എഴുതാമെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്കൊക്കെ മേടിക്കാം കേട്ടോ. ഇത് വൃത്തിയായിട്ട് മനസ്സിലാക്കി എഴുതിയെടുക്കണം. എന്നിട്ട് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് പറയും. നിങ്ങളെ ഇത് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാകത്തക്ക രീതി, കൂടുതലൊന്നും താഴോട്ട് ഇതിനെ വിടാൻ പറ്റത്തില്ല കേട്ടോ. അന്നേരം പറയും വെട്ടിയെടുത്ത് കളഞ്ഞേക്കാൻ പറയും. ഇതിൽ താഴ്ന്നൊന്നും പഠിപ്പിക്കാൻ പറ്റത്തില്ല. മാത്സിന് അങ്ങ് വേണ്ടാതെ വെച്ചാൽ മതി. കാരണം ആ ലെവലിലോട്ടാണ് ഇത് പോയേക്കുന്നത് കേട്ടോ. അപ്പം എൻ്റെ ഒന്നും അറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാനിത് ഇടുന്നത് കേട്ടോ. അപ്പം വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ, മനസ്സിലാക്കണേ. നിങ്ങൾക്ക് ഇതിൽ തന്നെ മലയാളം ഇംഗ്ലീഷും എല്ലാം എഴുതിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ. അപ്പം നിങ്ങൾ കമൻറ്റ് പറയണേ കേട്ടോ. ഓക്കെ, താങ്ക് യു.